ഏട്ടൻ്റെ കാപ്പിക്കട നമുക്കെല്ലാവർക്കും ദൃശ്യമാകും. ആ കാണുന്ന വഴി, ആ ഓട്ടോറിക്ഷ വരുന്ന വഴി നമുക്ക് നേരെ കാട്ടിക്കുളം, ബാവേലി, തിരുനെല്ലി എല്ലാം പോകുന്ന ഒരു വഴിയാണത്. അവിടെ നമുക്ക് ചേകാടി പാലം സ്ഥിതി ചെയ്യുന്നത്. അതാണ് നമ്മുടെ അജയേട്ടൻ്റെ കാപ്പിക്കടയിലേക്കുള്ള വഴി. നമ്മുടെ അജയേട്ടൻ്റെ കാപ്പിക്കട. കാപ്പിക്കടയെ കുറിച്ച് രണ്ട് വർഷം കാപ്പിക്കട ഇന്ന് വയനാട്ടിലെ ടൂറിസം വികസിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ വികസന പാതയിലുണ്ട്. പക്ഷെ ഈ വയനാടിന്റെ ടൂറിസം അല്ല കൊടുക്കുന്നത്. വയനാട് അതിൻ്റെതായ എല്ലാ പ്രത്യേകതയുള്ള ജില്ലയാണ്. ഗോത്രങ്ങളുടെ ഭക്ഷണമുണ്ട്, തനത് ഭക്ഷണം ഇന്ന് ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ ഭക്ഷണമുണ്ട്. ഈ ഭക്ഷണ സംസ്കാരങ്ങൾ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിന് പകരം ടൂറിസം മേഖല ചെയ്യുന്നത് മറ്റ് മേഖല കുഴിമന്തി, അൽഫാം, അതേപോലെ തന്നെ ഗ്രിൽ ചിക്കൻ, അതേപോലെ തന്നെ പൊറോട്ട, ബിരിയാണി, ഇത് ആണ് വയനാട്ടിൽ വീണ്ടും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇതല്ല കൊടുക്കേണ്ടത്. ഇവിടെ കൊടുക്കേണ്ടത് ഗോത്രങ്ങളുടെ തനത് ഭക്ഷണം, ഗോത്രവർഗ്ഗങ്ങളുടെ വേഡ്സിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. കുറു എന്ന് പറയുന്ന 4 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭാഗം. കുറു എന്ന് പറഞ്ഞ ഏകവചനവും കുറുവ എന്ന് പറയുന്നത് ബഹുവചനമാണ്. കുറുവ എന്ന് പറയുന്ന 4 ഭാഗം ചുറ്റപ്പെട്ടാൽ തുരുത്തുകൾ എന്ന 4 ഭാഗം ഫോറസ്റ്റാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വനഭൂമിയിൽ ഇത്രയും നെൽപ്പാടമുള്ള ഏക കേരളത്തിലെ സ്ഥലം ഒന്നിതാണ് ചേകാടി. എല്ലാവിധ ആശംസകളും മീഡിയയുടെ പേരിൽ ഞാൻ